കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഡാളസ് സേജി ചർച്ചിൽ കൂട്ടായ്മ ആചരിക്കുന്ന വിശുദ്ധന്മാരോടും വിശുദ്ധമതികളോടും ചേർന്ന് ഈ സഭയുടെ അനുഗ്രഹീതനായ പാസ്റ്റർ VP എബ്രഹാം തൻ്റെ കുടുംബത്തോടു കൂടെ എൻ്റെ സഹപ്രവർത്തകനായ പാസ്റ്റർ CJ സാമുവൽ, ഞങ്ങളെല്ലാം ഒരു ദേശക്കാരാണ്. പാസ്റ്റർ CJ സാമുവൽ, തൻ്റെ പ്രിയമകൾ ഡോക്ടർ ജെപ്സൺ, തൻ്റെ ഹസ്ബൻഡ് സജി, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്നു. ഞാൻ വന്നു പാർക്കുന്ന ഭവനം, പ്രിയ കുഞ്ഞുബായി ബ്രദർ, മേഴ്സി സിസ്റ്റർ, എല്ലാവരോടും ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ കർത്താവ് എനിക്ക് തന്ന ഒരു വിലപ്പെട്ട അവസരമായി, ദൈവം എന്നോട് കാണിച്ച ഒരു ഫേവറായി ഞാൻ കാണുകയാണ്. മുഖവരെയായി ദീർഘമായ വാക്കുകൾ ഞാൻ പ്രസ്താവിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ചിന്ത നമ്മൾ ഒരുമിച്ച് പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. മലബാറിലെ മിനിസ്ട്രിയെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനുണ്ട്. ഈ സഭയോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ദൈവം മുമ്പാകെ, ദൈവവചനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് പറയുന്നു, എല്ലാ ദിവസവും ഡാളസ് സേജി ചർച്ചിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഡാളസ് സേജി ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സഭ മലബാറിലെ പ്രവർത്തനങ്ങളെ അത്രമാത്രം അനുഗ്രഹിച്ചിട്ടുള്ള സഭയാണ്. നിങ്ങളെല്ലാവരും കർത്താവിന് വിലപ്പെട്ടവരും ഞങ്ങൾക്ക് ഏറെ ബഹുമാന്യരുമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകളെ അവസാനിപ്പിച്ച് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. For our meditation, I would like to turn your attention to the Gospel according to Luke chapter 23, verse 46. The Gospel of Luke chapter 23, verse 46. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം. Jesus called out with a loud voice, "Father, into your hands I commit my spirit." When he had said this, he breathed his last. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെയും നിന്റെ വ്യഥകളെയും നിന്റെ സ്നേഹമെല്ലാറ്റെയും ഞാൻ, നിന്നെയും നിന്റെ വ്യഥകളെയും നിന്റെ സ്നേഹമെല്ലാറ്റെയും ഞാൻ എൻ്റെ അന്ത്യമം ശ്വാസം എടുക്കും വരേക്കുമേ സാധുവോർത്തിടും എന്നും. എൻ്റെ അന്ത്യമം ശ്വാസമെടുക്കും വരേക്കുമേ സാധുവോർത്തിടുമെന്നും. എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭു നിന്നെ എന്നുമീ ദാസനോർക്കും. പ്രഭു നിന്നെ
എന്നുമേ ദാസനോർക്കും. എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭു നിന്നെ. എന്നുമേ ദാസനോർക്കും പ്രഭു നിന്നെ. എന്നുമേ ദാസനോർക്കും. പിതാവേ, ക്രൂശിൻ്റെ ദർശനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവേ വലിയ രൂപാന്തരത്തിനും ഭാവാന്തരത്തിനും കാരണമാക്കണമേ എന്ന് ഞങ്ങളിതിനോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. നിൻ്റെ ദാസനടിയൻ്റെ വായായി ഇവിടെ നിൽപ്പാൻ അവിടുന്ന് കൃപ തരണമേ. മഹത്വവും പുകഴ്ചയും ബഹുമാനവും ആരാധനയുമെല്ലാം നന്ദിപൂർവം തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുമുൻപിൽ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയും പിതാവേ ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ സന്ദേശത്തിന് കൊടുക്കുന്ന തലവാചകം, ദ ടൈറ്റിൽ ഓഫ് മൈ മെസ്സേജ് ഈസ് ദ ഫൈനൽ വേർഡ് ക്രൈസ്റ്റ് സ്പോക്ക് ഫ്രം ദ ക്രൂസ്. യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അവസാനത്തെ മൊഴി, കുരിശിലെ ഒടുവിലത്തെ മൊഴി, അത് സംബന്ധിച്ച് അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് എൻ്റെ ഉള്ളത്തിന് പ്രേരണയുണ്ടായത്. അനുഗ്രഹത്തെക്കുറിച്ചും ഉണർവിനെക്കുറിച്ചുമൊക്കെ പ്രസംഗിക്കുവാനുള്ള സന്ദേശം ഞാൻ ഒരുക്കി അതിലൊക്കെ ഉള്ള തയ്യാറെടുപ്പോടെ ആണ് ദൈവസന്നിധിയിൽ വന്നത്. എന്നാൽ പ്രാർത്ഥനയിൽ ഈ സന്ദേശം പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവിൻ്റെ ഉള്ളത്തെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ വചനത്തിലേക്ക് ഒന്ന് ശ്രദ്ധയെ തിരിക്കാം. ദ ഫൈനൽ വേർഡ് ക്രൈസ്റ്റ് സ്പോക്ക് ഫ്രം ദ ക്രൂസ്. ക്രൂശിലെ യേശുവിൻ്റെ ഒടുവിലത്തെ മൊഴി, അതാണ് നാം വായിച്ചത്. യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. I call upon your attention to have a view of Christ on Calvary. ഈ സന്ധ്യാസമയം നിങ്ങളുടെ എല്ലാവരുടെയും സജീവ ശ്രദ്ധ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയെ ഒരു നോക്ക് കാണുവാൻ ഞാൻ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. Every day we need to go to Calvary, where God so loved the world that he gave his one and only begotten Son, that whosoever believes in him should not perish but have everlasting life. ഓരോ ദിവസവും നാം കാൽവറിയുടെ ആ ക്രൂശിനരികിലേക്ക് ചെല്ലണം. ഓരോ പ്രഭാതത്തിൽ നാം ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഓരോ അന്തിയിൽ നാം ഉറങ്ങാൻ പോകുമ്പോഴും യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയുടെ അരികിലേക്ക് നാം ഒന്ന് വരണം. അവിടെയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചത്. എനിക്ക് ആ വാക്യം ഒത്തിരി ഇഷ്ടമാണ്. For God so loved the world. ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അത്രയ്ക്ക് സ്നേഹിപ്പാൻ ഈ ഭൂമിയിൽ ഒരു പുരുഷനുമാവില്ല. അത്രയ്ക്ക് സ്നേഹിപ്പാൻ ഈ ഭൂമിയിൽ ഒരു സ്ത്രീക്കുമാവില്ല. ദൈവം നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചു. His love is unconditional, unlimited.
infinitive, boundless, timeless, untiring and enduring love. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്, അതിരില്ലാത്ത സ്നേഹമാണ്, അപരിമേയ സ്നേഹമാണ്, അത് കാലാതീതമായ സ്നേഹമാണ്. ആ സ്നേഹത്തിന് പരിധി വയ്ക്കുവാൻ ആർക്കും കഴിയില്ല. അത് ക്ഷീണിച്ചു പോകുന്ന സ്നേഹമല്ല. അതുകൊണ്ടാണ് ദൈവം ആ യെരമ്യാവിനോട് പറഞ്ഞ, I have loved you with an everlasting love. Hallelujah. Jeremiah chapter 31 verse 5. I have loved you with an everlasting love. അങ്ങനെ സ്നേഹിക്കുന്ന ആര് ഈ ഭൂമുഖത്തുണ്ട്? നമ്മുടെ കർത്താവല്ല. ഒരു വേള ആ സ്നേഹത്തെ ഒന്ന് ധ്യാനിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 1708 മുതൽ 1778 വരെ ജീവിച്ചിരുന്ന, ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ജീസസ് ടു ഡൈ ഓൺ ദ ക്രൂസ്. ക്രൂശിൽ യേശു മരിപ്പാൻ യേശുവിനെ ആരാണ് ഏൽപ്പിച്ചു കൊടുത്തത്? എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, നോട്ട് ജൂഡാസ് ഫോർ മണി. പണത്തിനു വേണ്ടി യൂദയല്ല അത് ചെയ്തത്. നോട്ട് പൈലറ്റ് ഫോർ ഫിയർ. ഭയം നിമിത്തം യഹൂദന്മാരെ അല്ലെ റോമാ ജനത്തെ ഭയപ്പെടുക നിമിത്തം പീലാത്തോസ് അല്ല അത് ചെയ്തത്. നോട്ട് ജ്യൂസ് ഫോർ എൻവി. അസൂയ നിമിത്തം യഹൂദന്മാരുമല്ല അത് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബട്ട് ദ ഫാദർ ഫോർ ലവ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവായ യേശുവിനെ കുരിശിൽ യാഗമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് ഇസ്കരിയോത്താവ് യൂദയല്ല, റോമൻ ഗവർണർ പീലാത്തോസ് അല്ല, യഹൂദന്മാരല്ല. പിതാവായ ദൈവം നമ്മെ അത്രയ്ക്ക് സ്നേഹിക്കുക വഴി തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത ബലിയായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ സ്നേഹത്തെ ഒരു അംശം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയെല്ലാം മൗനവും വെടിഞ്ഞ് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, hallelujah. Every day we need to go to Calvary, where Christ was wounded for our transgression and bruised for our iniquities. ഓരോ ദിവസവും നാം യേശുവിൻ്റെ കാൽവറി ക്രൂശിനരികിലേക്ക് വരണം. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർന്നു മിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ യേശുവിൻ്റെ കുരിശിനരികിലേക്ക് നാം വരണം. Hallelujah. Every day we need to go to Calvary, where God demonstrates his own love for us in this while we were yet sinners, Christ died for us. Hallelujah. ഓരോ ദിവസവും യേശുവിൻ്റെ കാൽവറിയുടെ അരികിലേക്ക് വരണം ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അവിടെയാണ് ദൈവം നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. നാം പാപികളായിരിക്കുമ്പോൾ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Every day we need to go to Calvary, where the sinless, spotless lamb was crucified. Hallelujah. ഓരോ ദിവസവും നാം യേശുവിൻ്റെ കുരിശിൻ്റെ അരികിലേക്ക് വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് പാപമില്ലാത്ത ഊനമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട്
ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിനു മുമ്പേ കുരുളറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ഇടം കാൽവരി. ഹല്ലേലൂയ. കാൽവരി ഈസ് നോട്ട് എ പ്രിറ്റി പ്ലേസ്. കാൽവരി എന്നുള്ളത് അത്ര സൗന്ദര്യം പകരുന്ന ഒരിടമല്ല. സ്തോത്രം. ഞാൻ ഈ വചനം ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഓർത്തു, ദ ക്രിസ്മസ് സ്റ്റോറി ഈസ് ബ്യൂട്ടിഫുൾ, ബട്ട് ദ സ്റ്റോറി ഓഫ് ജീസസ് ക്രൂസിഫിക്ഷൻ ഈസ് പെയിൻഫുൾ. ക്രിസ്മസിൻ്റെ, യേശുവിൻ്റെ ആ ജനന വൃത്താന്തം, ആ ക്രിസ്മസ്, അത് സന്തോഷത്തിൻ്റെ വാർത്തയാ. ഹല്ലേലൂയ. യേശുവിൻ്റെ കുരിശുമരണവും സന്തോഷത്തിൻ്റെ വാർത്തയാ. ആ സന്തോഷവും അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്നത് യേശുവിൻ്റെ കുരിശുമരണത്തിലാണ്. ഞാൻ പറയുന്ന പക്ഷേ അത് വേദനാജനകമാണ്. യേശുവിൻ്റെ ജനനത്തെങ്കിൽ ദൂതന്മാർ വന്ന് സാർത്തുപാടി സർവഭൂമിയിലുമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്തോത്രം. അവരാർത്തുപാടി. അത് സന്തോഷത്തിൻ്റെ കഥയാണ്. എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണം അത് അത്യന്തം വേദനാജനകമാണ്. ഇവിടെ കഴിഞ്ഞ 6 മണിക്കൂറായി യേശു ക്രൂശിൽ കിടക്കുകയാണ്. For 6 hours Jesus had hung on the cross, suspended between heaven and hell. യേശു കർത്താവ് ക്രൂശിൽ 6 മണിക്കൂർ ആകാശത്തിനും നരകത്തിനും മധ്യേ എൻ്റെ കർത്താവ് ക്രൂശിൽ തൂങ്ങപ്പെടുകയാണ്. He had completed the work the Father sent him to do. പിതാവ് ഏതൊരു പ്രവൃത്തി ചെയ്യുവാൻ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, അത് കർത്താവ് അവിടെ നിവർത്തിച്ചു. Atonement had been made for sin. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്ത ബലി ഇവിടെ നിവർത്തിയായി. Humankind and God were now reconciled. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു നിരപ്പിലേക്ക് വന്നു, സമാധാനത്തിലേക്ക് വന്നു. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ക്രിസ്തു കാൽവരിയിൽ പിതാവായ ദൈവത്തെയും നമ്മെയും തമ്മിൽ നിരപ്പിച്ചു. ആ നിരപ്പിന്റെ സുവിശേഷമാണ്, സന്ദേശമാണ് ഇന്ന് രാത്രി ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ഒന്നെടുക്കാം, അതിൻ്റെ 4-ാം വാക്യം. അവിടെ Jesus had said in the upper room, I have brought you glory on earth by completing the work you gave me to do. നീ ഭൂമിയിൽ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ആ യോഹന്നാൻ 17-ന്റെ 6-ാം വാക്യം. I have revealed you to those whom you gave me out of the world. നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യം, ഫോളോയിങ് verse 8. അവിടെ വായിക്കുന്നു, for I gave them the words you gave me and they accepted them. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അതവര് സ്വീകരിച്ചുമിരിക്കുന്നു. 13-ാം വാക്യം ശ്രദ്ധിക്കുക. എന്നിട്ട് യേശു പറയാ, I am coming to you now. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. He was ready to return to his father. ഈ ഭൂമിയിലെ ഏതൊരു ദൗത്യത്തിന് വേണ്ടി പിതാവായ ദൈവത്താതന്റെ മാർവിടവും ദൂതന്മാരുടെ ആരാധന ഉപേക്ഷിച്ച് എൻ്റെ യേശു ഈ അവനിയിൽ വന്നുവോ, പിതാവ് കൊടുത്ത പ്രവൃത്തി അവിടുന്ന് തികച്ച അനന്തരം കർത്താവ് പറയുക, I am coming to you now.
ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു. He was ready to return to his father. And so he said, Father, into your hands I commit my spirit. അതിൻ്റെ വെളിച്ചത്തിലാണ് എൻ്റെ കർത്താവ് പറഞ്ഞത്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ, ലിസൺ ടു മീ. The last word, the final word of Christ on the cross are filled with significance. വളരെ പ്രാധാന്യമേറിയ വാക്കാണ് യേശു അവിടെ പറഞ്ഞത്. And let us carefully look at that word. ആ വചനം നമുക്ക് ശ്രദ്ധയോടെ അല്പം കൂടെ ഒന്ന് ധ്യാനിക്കാം. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ്. ഈ വചനത്തെ ഒന്നാമത്തെ ചിന്ത, ഫ്രം ദ ഹാൻഡ്സ് ഓഫ് മെൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഫാദർ. മനുഷ്യരുടെ കയ്യിൽ നിന്ന് പിതാവിൻ്റെ കയ്യിലേക്ക്. യേശു പറഞ്ഞു, ഫാദർ, into your hands I commit my spirit. അവിടെ യേശു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ, താല്പര്യം എന്താ? From the hands of men to the hands of the Father. മനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവത്തിൻ്റെ കയ്യിലേക്ക്. ഇതുവരെ കഴിഞ്ഞ 12 മണിക്കൂറായി യേശു മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണമേ. In the garden of Gethsemane, as the disciples lay sleeping, Jesus said, the Son of Man is betrayed into the hands of sinners. മത്തായി സുവിശേഷം 26-ാം അധ്യായം 45-ാം വാക്യം. ഗത്സമനയിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാര് ഉറങ്ങുന്നു. വീണ്ടും യേശു പ്രാർത്ഥിച്ചു. മടങ്ങി വന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. നിങ്ങളെല്ലാവരും ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ആസ്തിക്യത്തിൻ്റെ കാരണം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മയുടെയും കാരണം തേടി നാം ഒരു യാത്ര പുറപ്പെടുമെങ്കിൽ ആ യാത്ര ചെന്നെത്തുന്നത് യേശുവിൻ്റെ കാൽവറിയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യേശു പറയുക, now the Son of Man is betrayed into the hands of the sinners. ഇപ്പോൾ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. Now for the past 12 hours he had been in the hands of men. കഴിഞ്ഞ 12 മണിക്കൂർ, നീണ്ട 12 മണിക്കൂർ എൻ്റെ യേശു മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. They had scourged him. എൻ്റെ കർത്താവിനെ അവർ എത്രത്തോളം ആക്ഷേപിക്കാമോ അത്രത്തോളം അവർ നിന്ദിച്ചു, അവർ ആക്ഷേപിച്ചു. They slapped him, hallelujah, beaten him and plucked his beard. എൻ്റെ കർത്താവിനെ അവർ അവൻ്റെ കന്നത്ത് മുഷ്ടി ചുരുട്ടി അവർ അടിച്ചു. യേശുവിനെ അവർ കോല് കൊണ്ടടിച്ചു, ചാട്ടവാറ് കൊണ്ടടിച്ചു. യേശുവിൻ്റെ മുഖത്ത് അവർ തുപ്പി. They had spat upon him and reviled him. അവൻ്റെ മുഖത്ത് അവർ തുപ്പി. തിരുവെഴുത്ത് പറയുന്നു, അടിക്കുന്നവർക്ക് തൻ്റെ മുതുകും രോമം പിടിച്ചു പറിക്കുന്നവർക്ക് എൻ്റെ കർത്താവ് തൻ്റെ മുഖവും കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മനുഷ്യർക്ക് ചെയ്യാവുന്നതെല്ലാം എൻ്റെ കർത്താവിനോട് ദോഷമായി മനുഷ്യർ ചെയ്തു. ഒരു മൃഗത്തോട് പോലും പെരുമാറരുതാത്ത വിധം he was treated as no beast should ever be treated. ഒരു മൃഗത്തോട് പോലും പെരുമാറരുതാത്ത വിധം ആ ലോകം, മനുഷ്യൻ യേശുവിനോട് അത്ര ക്രൂരത അവർ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല, യേശുവിൻ്റെ ക്രൂശിലെ കാഠിന്യത അതിലേറെയാണ്. 3 മണിക്കൂർ പിതാവായ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്നൊരു സെപ്പറേഷൻ ഉണ്ടായി. സ്തോത്രം. 3 hours on the cross he suffered separation from God. Now it was over. അതെല്ലാം ഇപ്പോൾ തീർന്നു. എന്നിട്ട് കർത്താവിൻ്റെ അന്ത്യ നിമിഷമാണ്. അവൻ പറഞ്ഞു, ഫാദർ, into your hands I commit my spirit. പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. He said to his father, into your hands I commit my spirit. From the hands of men to the hands of the Father. What a contrast. Hallelujah, hallelujah. From the hands of men to the hands of the Father. Never again would they mock and abuse him. ഇനി ഒരിക്കലും എൻ്റെ കർത്താവിനെ അവർ പരിഹസിക്കില്ല, ഒരിക്കലും അവനെ നിന്ദിക്കത്തില്ല. Now he is in the hand of God. ഹല്ലേലൂയ. ഇപ്പോൾ എൻ്റെ കർത്താവ് പിതാവിൻ്റെ കരങ്ങളിൽ അവൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. Now Jesus is at the right hand of the Father, awaiting the time when he will come again and all the world will be in his hand. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവ്, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ്, എൻ്റെ ജീവൻ്റെ ജീവനായ എനിക്കെല്ലാമായ കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ സിംഹാസനത്തിലായിരിക്കുന്നു. ഒരു ദിവസം ആ ദിവസത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാ. The day of Christ. കർത്താവിൻ്റെ ആ ദിവസം, അന്ന് സകല മനുഷ്യരെയും അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. Men had dared to judge Christ. Hallelujah. But when he comes, he will judge them. യേശു വരുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, ന്യായവിധി മുഴുവനും അവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ലോകം അവനെ കുറിച്ച് പറഞ്ഞു, once they said away with him. അവനെ ക്രൂശിക്കുക, അവനെ പകരം ബറബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്കുക. away with him, they cried out. hallelujah. എന്നാൽ എൻ്റെ യേശു വരുമ്പോൾ, then he will say, depart from me. ക്രിസ്തുവിനെ അനുസരിക്കാത്തവർ, സുവിശേഷത്തെ കൈക്കൊള്ളാത്തവർ, ദൈവകൃപയുടെ സുവിശേഷത്തെ തള്ളിക്കളയുന്നവരോട് അന്ന് എൻ്റെ കർത്താവ് പറയും, എന്നെ വിട്ടു പോവുക. Depart from me. Once he was in their hands, then they will be in his. ഒരിക്കൽ എൻ്റെ കർത്താവ് മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. നിങ്ങൾ ഒരു വേള ഒന്ന് ചിന്തിക്കണേ. ഇനി ഒരു ദിവസം വരുന്നു, സകലരെയും പിതാവ് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ, hallelujah. Father, into your hands I commit my spirit.
ഞാൻ ആ വചനത്തിൻ്റെ ഒന്നുകൂടെ ഹൃദ്യമായ ഭാഗത്തേക്ക് വരട്ടെ. ദീസ് ആർ വേർഡ്സ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ്. ഇത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്, ഇത് ആശ്രയത്തിൻ്റെ വാക്കുകളാണ്. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ആ വചനം ഒന്നുകൂടെ നമ്മൾ അടുത്ത് വി ആർ ഗോയിങ് ടു കണ്ടംപ്ലേറ്റ് ദാറ്റ് വേർഡ് ലിറ്റിൽ മോർ ക്ലോസ്ലി. വളരെ കുറച്ചുകൂടെ അടുത്തു വന്ന് നാം ആ വചനം ഒന്ന് ധ്യാനിക്കണം. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന ആ വചനം ഞാൻ പറഞ്ഞു, ദീസ് ആർ വേർഡ്സ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ്. ഇത് വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും വാക്കുകളാണ്. ശ്രദ്ധിക്കണം. എവറി ജൂയിഷ് മദർ ഇൻസ്ട്രക്റ്റഡ് her child to say this nightly prayer. What was that prayer? That prayer was, into your hand I commit my spirit. You have redeemed me, O Lord, faithful God. സങ്കീർത്തനം 31 അധ്യായം അതിൻ്റെ 5 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വചനമാണ് യേശു ചെറുപ്പം മുതൽ കേട്ട് പരിചയിച്ച വചനമാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഉദ്ധരിക്കുന്നത്. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഓരോ ദിവസവും യഹൂദന്മാരുടെ വീട്ടിൽ അന്തി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങളെ അമ്മമാർ, ഓരോ യഹൂദ സ്ത്രീകളായ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈ കൂപ്പി പിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് പറയിക്കുന്ന പ്രാർത്ഥനയാണിത്. സ്തോത്രം. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. Listen to me. How many times Mary, Jesus' mother, must have put his little hands together and told Jesus to say these words. എത്ര പ്രാവശ്യം എൻ്റെ കർത്താവ് ഒരു ബാലകനായിരുന്നപ്പോൾ അവൻ്റെ അമ്മ മറിയ യേശുവിൻ്റെ കരം ചേർത്ത് പിടിച്ചിട്ട് ഈ പ്രാർത്ഥന എത്രയോ പ്രാവശ്യം എൻ്റെ കർത്താവിന് പറഞ്ഞു കൊടുത്ത് കാണും. Now with his hands held wide apart to the world, he prayed, Father, into your hands I commit my spirit. ബാലകനായിരുന്നപ്പോൾ എൻ്റെ കർത്താവ് യേശുവിൻ്റെ അമ്മ മറിയ പറഞ്ഞു കൊടുത്ത ആ പ്രാർത്ഥന എത്രയോ തവണ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് ഹല്ലേലൂയ വിരിക്കപ്പെട്ട കൈകളുമായി എൻ്റെ കർത്താവ് പറയുകയാണ്, പിതാവേ, നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ, തൃക്കൈയിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. Into your hands I commit my spirit. Commit എന്ന വാക്കിൻ്റെ അർത്ഥം, the literal meaning of that word commit is to entrust to the care of. പരിപാലനത്തിനായി സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണത്. I commit my spirit. Here the Son is entrusting his spirit into the hands of the Father for safekeeping. സുരക്ഷിതമായി തന്നെ കാക്കേണ്ടതിന്, തൻ്റെ പ്രാണനെ കാക്കേണ്ടതിന് പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹലോ, ആ വചനം അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായി തോന്നില്ല. പക്ഷേ Paul expressed this idea, Paul amplified this idea in 2 Timothy chapter 1 verse 12. 1 തിമോഥെയോസിന്റെ ലേഖനം 2 തിമോഥെയോസിന്റെ ലേഖനം 1:12 പൗലോസ് ആ ആശയം കുറെ കൂടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അവിടെ പൗലോസ് പറഞ്ഞ എന്താണെന്നറിയാമോ?
I know whom I have believed, and I'm persuaded that he is able to keep that which I have committed unto him. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ഹലോ, എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഉറപ്പ് യേശുവിനുണ്ടായി. അവൻ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. Hallelujah. Now Jesus is in the hands of the Father, exactly where Jesus told all believers they were. Hallelujah. ഓരോ ദൈവമക്കളും എവിടെ ആയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ വാക്കുകൾ ഇതിനോട് ചേർത്ത് നാം ഒന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27, 28, 29 വാക്യങ്ങൾ. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവയെ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. എന്നിട്ട് കർത്താവ് പറയുക, അവയെ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ പിതാവ് സകലരിലും വലിയവൻ, അവൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും ആവില്ല. ഹല്ലേലൂയ. ആർക്കും കഴിയില്ല. യേശു പറഞ്ഞു, I give unto them eternal life, and they shall never perish, neither shall any man pluck them out of my hand. My Father which gave them to me is greater than all, and no man is able to pluck them out of my Father's hand. എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ കരങ്ങളിൽ സമർപ്പിക്കുന്നതിനെ തൊടാൻ ഒരു നരകശക്തിക്കുമാവില്ല. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, ദൂരത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ യാത്ര ചെയ്യുന്ന വേളകളിൽ ആ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ. സൂക്ഷിപ്പാൻ ആ കരം ശക്തമാണ്, ആ കരം ശക്തമാണ്, ആ കരം ശക്തമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും കാര്യം സംബന്ധിച്ച് എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ ദൈവം ബലഹീനനല്ല. നിങ്ങളുടെ കാര്യം സംബന്ധിച്ച്, എൻ്റെ കാര്യം സംബന്ധിച്ച് എൻ്റെ ദൈവം ശക്തൻ തന്നെ. ഹല്ലേലൂയ. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിനെ തൊടാൻ ഒരു പാതാള ഗോപുരത്തിനും ഒരാഭിചാര ശക്തിക്കും, ഹല്ലേലൂയ, ഒരു മനുഷ്യനും ഒരു അസൂയാലുക്കൾക്കും, ഹല്ലേലൂയ, ഒരു ദുർമന്ത്രവാദിക്കും സാധ്യമല്ല. ആ കരങ്ങളിൽ ഞാൻ നിങ്ങൾ സുരക്ഷിതരാ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ദോഷം ചെയ്യാൻ ഭാവിക്കുന്ന ശത്രു ലജ്ജിച്ച് പിന്തിരികയേ ഉള്ളൂ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമോ? ഹല്ലേലൂയ. ഞാൻ ഈ ചിന്ത വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അധികം സമയം ഞാൻ എടുക്കില്ല. വേഗത്തിൽ യേശു പറഞ്ഞു, ഫാദർ, into your hands I commit my spirit. യേശുവിൻ്റെ ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഞാൻ ആ വചനം ധ്യാനിച്ചപ്പോൾ മനസ്സിലായി, into your hands speaks of Christ's attitude towards death.
മരണത്തോടുള്ള യേശുവിൻ്റെ മനോഭാവമാണ് ഈ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, മരണത്തോടുള്ള യേശുവിൻ്റെ മനോഭാവം. Into your hands speaks of Christ's attitude towards death. Hallelujah. യേശുവിൻ്റെ കുരിശുമരണം, to our Christ, the cross was a crisis but not a catastrophe. യേശുവിൻ്റെ കുരിശുമരണം ഒരു പ്രതിസന്ധിയായിരുന്നു, എന്നാൽ അതൊരു ദുരന്തമായിരുന്നില്ല. നമ്മളത് അറിയണം. Hallelujah. It was not a horrible ending. It was a glorious beginning. അത് ഭീതിജനക ഭയാനകമായ ഒരു പര്യവസാനമായിരുന്നില്ല, അത് മഹത്വപൂർണമായ ഒരു തുടക്കമായിരുന്നു. It was not an ignominious defeat. അത് നിന്ദ്യമായ നീചമായ ഒരു പരാജയമായിരുന്നില്ല എൻ്റെ യേശുവിൻ്റെ കുരിശു മരണം. It was a marvelous victory. വേദപുസ്തക വീക്ഷണത്തിൽ നോക്കി കാണുന്ന ഒരു ഭക്തന് തിരിച്ചറിയാൻ കഴിയും, ആ മരണം അതിശയിപ്പിക്കുന്ന ഒരു വിജയഗാഥയായിരുന്നു. Hallelujah. ഇവിടെ now Jesus was here experiencing what every one of us must experience. ഞാനും നിങ്ങളും എല്ലാം അനുഭവിക്കേണ്ട ഒരു അനുഭവത്തിലൂടെയാണ് യേശു ഇപ്പോൾ കടന്നു പോകുന്നത്. ഹലോ, നമ്മളെല്ലാവരും അനുഭവിക്കേണ്ട ഒരു അനുഭവം എന്താണത്? മരണമാണ്. എബ്രായ ലേഖനം 9:27, the epistle of Hebrews chapter 9 verse 27, the Bible says it is appointed unto men once to die. ഞാനും നിങ്ങളും എല്ലാം കടന്നു പോകേണ്ട ഒരനുഭവത്തിലൂടെയാണ് യേശു കടന്നു പോകുന്നത്. ഹല്ലേലൂയ. Listen to me very carefully. എല്ലാവരും കേൾക്കുക. We have an appointment with death. മരണവുമായി നമുക്ക് ഒരു കൂടിക്കാഴ്ചയുണ്ട്. എപ്പോഴാണ് നമുക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, to the youth and to the elderly people, all of you, I want to say this. I want to make this explicitly and vividly clear. എല്ലാവരോടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, we have an appointment with death. മരണവും ഞാനും നിങ്ങളും തമ്മിൽ, നാമും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയുണ്ട്. ശരി പറയാൽ, ഇന്ന് എനിക്ക് ഡോക്ടറുമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ്, ഡോക്ടറെ എടുക്കൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. മരണവുമായിട്ട് ഒരു കൂടിക്കാഴ്ചയുണ്ട്. There is a legend that Philip of Macedonia kept a particular slave whose sole duty was to awaken his master each morning with the solemn warning, remember, Philip, that you must die. ഞാൻ പറഞ്ഞത്, ഞാൻ വായിച്ച ഒരു ഐതിഹ്യമുണ്ട്. ഒരു ഐതിഹ്യം ഇത്. മാസിഡോണിയയിലെ ഫിലിപ്പ് ചക്രവർത്തി, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് മലയാളത്തിലൂടെ പറയുന്നു. നാളെ മെയിൻ പോയിന്റ്സ് മാത്രം ഇംഗ്ലീഷിൽ പറഞ്ഞ് ബാക്കി ഞാൻ മലയാളത്തിൽ പറഞ്ഞോളാം. കാരണം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാനിവരെ ഓർത്തിട്ട് അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അല്ലേ, എനിക്ക് വലിയ ഇംഗ്ലീഷ് പാഠമൊന്നും ഉണ്ടായിട്ടല്ല. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കണം. മാസിഡോണിയയിലെ ഫിലിപ്പ് ചക്രവർത്തി തൻ്റെ കൊട്ടാരത്തിൽ ഒരു അടിമയെ, ഒരു പ്രത്യേക ഡ്യൂട്ടി,
ആ അടിമയ്ക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ, ഗൗരവമായ ഒരു മുന്നറിയിപ്പ്. ഫിലിപ്പ് ചക്രവർത്തി ഓരോ ദിവസവും എഴുന്നേറ്റ് വരുമ്പോൾ ഈ അടിമ ചെന്നിട്ട് ഗൗരവമായ ഒരു മുന്നറിയിപ്പ് നൽകണം. ഇതായിരുന്നു ആ അടിമയുടെ ജോലി. എന്താണ് ആ മുന്നറിയിപ്പ്? റിമെമ്പർ ഫിലിപ്പ് ദാറ്റ് യു മസ്റ്റ് ഡൈ. ഫിലിപ്പേ, ഓർക്കുക, നീ മരിക്കും. ഹലോ. And this slave is every man's companion. ഈ അടിമ എൻ്റെയും നിങ്ങളുടെയും കൂടെയുണ്ട്, നിഴല് പോലെ. നാം കാണുന്നില്ലെന്ന് മാത്രം, വാക്കും ഭാഷണവും കൂടാതെ നമ്മോട് പറയുന്നത് ഇതാണ്: യു മസ്റ്റ് ഡൈ. ഞാനും നിങ്ങളും മരിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ how then shall we face this hour? ഈ നാഴികയെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും? ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ, our death shall be like our life. നമ്മുടെ ജീവിതം പോലെ ഇരിക്കും നമ്മുടെ മരണവും. ഹല്ലേലൂയ. If we have walked with him, with God in life, we will walk with him in death. ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനോടുകൂടെ നാം നടന്നാൽ, മരിക്കുമ്പോൾ നാം കർത്താവിനോടുകൂടെ നടക്കും. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി. ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. ദൈവവുമായിട്ടുള്ള പ്രാണസഖ്യത, ദൈവവുമായിട്ടുള്ള സംസാരം, ദൈവത്തിൻ്റെ ആ ശൈലി, കർത്താവിൻ്റെ ആ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഹല്ലേലൂയ. യേശു ജീവിച്ചതുപോലെ ജീവിക്കുക. To be like Jesus, that is our destiny. That is അതാണ് യേശു ജീവിച്ചതുപോലെ, യേശു ആയിരിക്കുന്നത് പോലെ നാമുമായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞത് കൊണ്ട് സ്വർഗത്തിലെത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷ പറയണം. പൗലോസ് പറഞ്ഞു, മറ്റാരെക്കാളും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അവർ വൻ കാര്യങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. ഇതെല്ലാം സത്യമാണ്. ഹല്ലേലൂയ. എന്നാൽ അവിടുത്തോട് കൂടെ ആയിരിക്കണമോ? അവിടുത്തോട് കൂടെ നാം നടക്കണം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും നടപ്പ് അവിടുത്തെ കാൽച്ചുവടുകളിലായിരിക്കട്ടെ. നമ്മുടെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ധ്യാനം അവന് പ്രസാദമായിരിക്കട്ടെ. അനുനിമിഷം എൻ്റെ പ്രവൃത്തി, എൻ്റെ വാക്കുകൾ അത് ദൈവത്തിന് പ്രസാദമോ എന്ന് ശോധന ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിത സരണി, അതാണ് അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് കേട്ടോ. ഹലോ, ഹലോ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. D.L. മൂഡി തൻ്റെ അന്ത്യസമയത്ത് താൻ ഇപ്രകാരം പറഞ്ഞു: One day you shall read in the newspaper that D.L. Moody is dead. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, Don't believe it. I shall be more alive than I have ever been. ഒരു ദിവസം നിങ്ങൾ വർത്തമാന പത്രത്തിൽ വായിക്കും D.L. മൂഡി മരിച്ചു എന്ന്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കരുത്, അന്നായിരിക്കും ഞാൻ ഏറ്റവും അധികം ജീവിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ. പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് അത്യുത്തമമാണ്. ഇത് മരണസമയത്ത് മാത്രം പ്രസംഗിക്കേണ്ട ഒരു വചനമല്ല.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, മരിക്കുന്ന ഒരു വിശുദ്ധൻ നമുക്കാണ് മരിക്കുന്നത്, പക്ഷേ അയാൾ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുക. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു, എന്നാൽ ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന, കർത്താവിനോട് കൂടെ നടക്കുന്ന ദൈവമക്കൾ മരിക്കുമ്പോൾ അവരെത്തുന്നത് ആ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് മരിക്കുന്നത്, അവിടെ ജീവിക്കുന്നു. ജെയിംസ് സ്റ്റുവർട്ട് എന്ന് പറയുന്ന ഒരു ദൈവഭക്തന്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു, ഒരു മകൾ. ആ മകൾ എല്ലാ ദിവസവും ഉറങ്ങാൻ തൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ അപ്പനോട് വിളിച്ചു പറയും, ഗുഡ് നൈറ്റ് ഫാദർ, ഐ വിൽ സീ യു ഇൻ ദ മോർണിംഗ്. അപ്പാ ശുഭരാത്രി, രാവിലെ കാണാം. അങ്ങനെ ജീവിച്ചു വരവേ ഈ മകള് വളരെ രോഗാതുരയായി തീർന്നു. ഷീ ബിക്കെയിം ഇൽ ആൻഡ് ഗ്രാജുവലി grew weaker to the point of death. ഈ മകൾ രോഗിയായി അവൾ മരണത്തിൻ്റെ വക്കിലെത്തി. മരിക്കുന്നതിന് മുമ്പേ അപ്പനോട് എന്തോ പറയാൻ ആ മകൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഷി വാസ് നോട്ട് ഏബിൾ ടു വോയിസ് ഔട്ട്. അപ്പൻ തൻ്റെ മുഖം ആ മകളുടെ ചെവിയോട് ചേർത്ത് പിടിച്ചു. നേർത്ത സ്വരത്തിൽ ആ മകൾ പറഞ്ഞു, ഗുഡ് നൈറ്റ് ഫാദർ, ഐ വിൽ സീ യു ഇൻ ദ മോർണിംഗ്. Hallelujah. When we can say this, there is nothing to fear in death. നമുക്കിത് പറയാൻ കഴിയുമെങ്കിൽ മരണത്തിൽ ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടതായിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, though I walk through the valley of the shadow of death, I shall fear no evil, because you are with me. മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കര ഉയർത്തി ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ സെറ്റ്, അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് പറഞ്ഞ ഒരു വാക്കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ക്രൈസ്റ്റ് ടേൺസ് ഓൾ അവർ സൺസെറ്റ്സ് ഇൻടു ഡോൺ. ക്രിസ്തു നമ്മുടെ എല്ലാ സൂര്യാസ്തമയങ്ങളെയും പ്രഭാതങ്ങളാക്കി മാറ്റുന്നു. ഹലോ, ഇവിടെ സൂര്യൻ അസ്തമിച്ചാൽ ഹല്ലേലൂയ ഒരു പ്രഭാതം ദൈവം ഒരുക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ യേശു മടങ്ങി വരുമ്പോൾ തനിക്കുള്ളവരെ ചേർത്തുകൊള്ളുവാൻ അവൻ വരുമ്പോൾ കാഹളം ധ്വനിക്കുന്ന മാത്രയിൽ മൺമറഞ്ഞ വിശുദ്ധന്മാർ, ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ, അവരൊരുമിച്ച് മൺമറഞ്ഞവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് നമ്മുടെ കർത്താവിനെ ആകാശത്തിൽ എതിരേൽക്കുന്ന ഒരു പ്രഭാതം, പുനരുത്ഥാനത്തിൻ്റെ ഒരു പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ദിസ് മോർട്ടൽ മസ്റ്റ് പുട്ട് ഓൺ ഇമ്മോർട്ടാലിറ്റി. ഈ മർത്യമായത് അമർത്യതയെ ധരിക്കും. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Christ turns all our sunsets into heaven, into dawn. Hallelujah. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ അവിടേക്കാണ് കർത്താവ് ഒരുക്കുന്ന ആ വാസസ്ഥലത്തേക്ക് പോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർക്ക് ഒരു വാണിംഗൂടെ ഈ വാക്യം നൽകുന്നുണ്ട്. യേശുവിൻ്റെ വാക്ക് ശ്രദ്ധിച്ചു. We will come back to that. What Jesus said, Father, into your hands I commit my spirit. And there is a word of warning to the unsaved. രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ ജീവിതവൃത്തത്തിൽ കർത്താവായി കൈക്കൊള്ളാത്ത, അവൻ്റെ കൽപ്പനയനുസരിച്ച് സ്നാനമേറ്റ് ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിക്കാത്തവർക്ക് ഒരു വാണിംഗ്, ഒരു താക്കീതൂടെ ദൈവവചനം നൽകുന്നുണ്ട്. എബ്രായർ 10:31, ഹീബ്രു ചാപ്റ്റർ 10 verse 31 അവിടെ പറയുന്നു, ഇറ്റ് ഈസ് എ ഫിയർഫുൾ തിങ് ടു fall into the hands of the living God. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഹല്ലേലൂയ. യേശുവിനെ ഉണ്മയായി സേവിക്കുന്ന ദൈവമക്കള് ആ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ തങ്ങളെ, തങ്ങൾക്കുള്ളതിനെ, തങ്ങളുടെ കുടുംബത്തെ, തലമുറകളെ എല്ലാം ഏൽപ്പിക്കുമ്പോൾ ആ കരം അത് സൂക്ഷിക്കുമെങ്കിൽ, ആ കരം നമ്മെ പോഷിപ്പിക്കുന്ന കരമെങ്കിൽ, അത് കണ്ണുനീർ തുടയ്ക്കുന്ന കരമെങ്കിൽ, ആ കരം നമ്മെ താങ്ങുന്ന കരമെങ്കിൽ, ഹല്ലേലൂയ. ദൈവത്തെ മറക്കുന്നവര്, സുവിശേഷം അനുസരിക്കാത്ത, യേശുവിനെ ജീവിതത്തിൽ കൈക്കൊള്ളാത്തവര് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഹല്ലേലൂയ. ഒരു ചിന്ത കൂടെ ഞാൻ 4-5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്ന ദ എൻഡ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലൈഫ് എവർ ലിവ്ഡ് ഹിയർ ഓൺ എർത്ത്. ഈ ഭൂമിയിൽ ഏറ്റവും പൂർണ്ണതയുള്ള ജീവിതം നയിച്ച വ്യക്തിയുടെ ജീവിതത്തിൻ്റെ, ഇഹത്തിലെ ജീവിതത്തിൻ്റെ അവസാനമാണ്. ഹു ഈസ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ ഓഫ് ഓൾ ടൈം? എല്ലാ കാലത്തെ ഏറ്റവും മികവാർന്ന വ്യക്തി ആരാണ്? യേശു. Who is the greatest teacher of all time? It is Jesus. Who is the greatest person who only lived a perfect life on earth? Is Jesus. ആ ജീവിതം അതിൻ്റെ അന്ത്യപാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. The crucifixion is drawing to a finish. യേശുവിൻ്റെ ക്രൂശീകരണം അതിൻ്റെ അന്ത്യപാദത്തിൽ എത്തിയിരിക്കുകയാണ്. And what was the effect on those who stood by? അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശുവിൻ്റെ ക്രൂശീകരണം നോക്കിക്കൊണ്ടിരുന്നവരിൽ ചെലുത്തിയ സ്വാധീനത, അത് ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഒരു 3 വാക്യം വായിക്കും. ആ വാക്യം വായിച്ച് അത് നിങ്ങളുടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നാണല്ലോ നാം വായിച്ചത്. അതിൻ്റെ 47, 48, 49 വാക്യങ്ങൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാമോ? അതിൻ്റെ 47. ഹലോ. ലൂക്കോസ് 23:47. Luke chapter 23 verse 47. The centurion witnessed Jesus' crucifixion and was deeply moved. He confessed the Christ as the Son of God and as his Savior.
ശതാധിപൻ, പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ, യേശുവിൻ്റെ ക്രൂശീകരണം കണ്ട് അവൻ he was moved. ഈ സംഭവിച്ച ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. He confessed the Christ as the Son of God. This is what all people ought to do. എല്ലാവരും ചെയ്യേണ്ടത് ഇതാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശിനെ ഇന്ന് രാത്രി ഒരു വേള നോക്കി കണ്ടിട്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ സമയമെടുക്കുമോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ. നമ്മൾ പലപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നമുക്ക് ലെക്സസ് കാറ് തന്നതുകൊണ്ട്, നമുക്ക് നല്ല വീട് തന്നതുകൊണ്ട്, നമുക്ക് കുറേ ഭൗതിക അനുഗ്രഹങ്ങൾ തന്നതുകൊണ്ട് ഒക്കെ നാം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുന്നു. പക്ഷേ കാൽവരിയുടെ ക്രൂശിനെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന് കലവറ കൂടാതെ മഹത്വം കൊടുക്കുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ആത്മീകൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിൻ്റെ 48-ാം വാക്യം, The crowd came together that sight, beholding the things which were done, smote their breasts and returned. കാണുവാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എല്ലാവരും ശ്രദ്ധിക്കുക. They looked but were lost. Hallelujah. അവരിതെല്ലാം നോക്കിക്കണ്ടു, പക്ഷേ അവരെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. They returned to their old way of life. അവരുടെ പഴയ ജീവിതത്തിലേക്ക് അവർ പോയി. ഇന്ന് രാത്രിയിലും കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അകൃത്യയാഗമായി തീർന്നവനെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കാഴ്ച കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയവര് കണ്ടവർ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഈ ചിലരുണ്ട്, ക്രൂശിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഒരു മാനസാന്തരം പെട്ടെന്ന് ഉണ്ടാകും. പക്ഷേ പള്ളിയുടെ വാതിൽ അങ്ങോട്ട് കടക്കുമ്പോൾ മാനസാന്തരം പോയി പോകും. ഹല്ലേലൂയ. പഴയ ജീവിതത്തിലേക്ക്, they return to their old way of life. Hallelujah. This is what all too many do. അനേകർ ചെയ്യുന്നതും ഇതാണ്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് അതിൻ്റെ 49-ാം വാക്യം അവിടെ വായിക്കുന്നു. The disciples had been standing afar off, but now they stood beholding. അവൻ്റെ പരിചയക്കാരെല്ലാവരും ഗലീലയിൽ നിന്നും അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. They later understood the meaning and significance of Jesus' crucifixion. Hallelujah. Later, then they went throughout all the world telling the good news. Hallelujah. ഗലീലയിൽ നിന്ന് വന്നവര്, അവനെ അനുഗമിച്ച സ്ത്രീകളൊക്കെ ദൂരത്തുനിന്ന് നോക്കി കണ്ടു. യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞു. അവർ അന്നത്തെ ലോകത്തിലെല്ലായിടത്തും പോയി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കുറിച്ച് പറഞ്ഞു. And this is what we must do. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. കർത്താവിനെ കുറിച്ച് പറയുക. യേശു ക്രൂശിൽ നിവർത്തിച്ചത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. എത്രത്തോളം നാം സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് തന്നത്, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതിൻ്റെ പരമമായ ലക്ഷ്യം ഈ കർത്താവിനെ നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നാണ്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്
എൻ്റെ സാക്ഷികളാകും. എത്ര പേരോട് നാം കർത്താവിനെക്കുറിച്ച് പറയാൻ സമയമെടുക്കുന്നുണ്ട്? എത്ര നാളായി നാം ഏറ്റവും ഒടുവിൽ യേശുവിനെക്കുറിച്ച് ഒരാളോട് പറഞ്ഞിട്ട് ആ ദിവസം ഓർമ്മയുണ്ടോ? എത്ര നാളായി യേശുവിനെക്കുറിച്ച് ഏറ്റവും ഒടുവിലായി നിങ്ങൾ പറഞ്ഞത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നാം പറയുവാൻ അമേരിക്കയിലായാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും യേശുവിനെക്കുറിച്ച് പറയാൻ നാം മടിക്കരുത്. നമ്മുടെ ശരീരത്തിൽ നമുക്കല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നാം കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ചത്, ഹല്ലേലൂയ, അതെൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ്. Every nail driven to his body was for our sin. അവൻ്റെ കൈകളിലും കാലുകളിലും അടിച്ച ഓരോ ആണിയും എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. Every stripe upon his back was for our sin. അവൻ്റെ പുറത്തേറ്റ ഓരോ ചാട്ടവറാടിയും എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. Every thorn that pierced his brow was for our sin. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചപ്പോൾ ആ മുള്ളാണികൾ അവൻ്റെ നെറ്റിത്തടത്തിൽ ആഴ്ന്നിറങ്ങിയത് അതെൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. The spear that thrust into his side was for our sin. ഒരു പടയാളി ഒരു കുന്തവുമായി വന്ന് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും വാർന്നൊഴുകി. അത് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. All the punishment that our sins deserved was placed on him. നമ്മുടെ പാപത്തിൻ്റെ ക്രൂരമായ ശിക്ഷ, നാം അർഹിക്കുന്ന ശിക്ഷ, നമ്മുടെ മരണം അവൻ ഏറ്റെടുത്തു. ആ ശിക്ഷ അവൻ ഏറ്റെടുത്തു. ഈ കർത്താവ് നമുക്ക് ഏതുമല്ലേ? ഈ ഉലകത്തിൽ നമുക്ക് ആരോടെങ്കിലും തീർത്താൽ തീരാത്ത കടപ്പാട് ഉണ്ടെങ്കിൽ അത് യേശുവിനോടാണ്. ഹല്ലേലൂയ. നമ്മുടെ അപ്പനോടും അമ്മയോടും നമുക്ക് കടപ്പാടുണ്ട്. നമ്മുടെ കഷ്ടസമയത്ത് കൂടെ നിന്നവരോട് കടപ്പാടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ തീർത്താൽ തീരാത്ത കടപ്പാട് നമ്മുടെ കർത്താവിനോടായിരിക്കട്ടെ. ആ കടപ്പാട് നിവർത്തിക്കുന്നത് ഹല്ലേലൂയ അവൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കുക നിമിത്തം ആയിരിക്കട്ടെ. ഡാളസ് എജി ചർച്ച് സുവിശേഷത്തിൻ്റെ ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പാകട്ടെ. ഹാളിന്റെ പുറത്തേക്ക് പോവുക. ജോലിയുടെ ഒഴിവ് സമയം കിട്ടുമ്പോൾ, ഹല്ലേലൂയ, ഒരു ശനിയാഴ്ച അവധി ദിവസം കിട്ടുമ്പോൾ ഉറങ്ങി തീർക്കാൻ എടുക്കാതെ ആരോടെങ്കിലും പോയി യേശുവിനെ കുറിച്ച് പറയുവാൻ. ഹലോ യേശുവിനെ കുറിച്ച് പറഞ്ഞാലും തീരാത്ത, ഹല്ലേലൂയ, തീരാത്തത് യേശുവിനെ കുറിച്ചുള്ള വാർത്തയാണ്. യേശുവിനെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ഇന്ന് രാത്രി ക്രൂശിൻ്റെ ഈ വചനം ധ്യാനിക്കുക വഴി അത് നിങ്ങളിൽ ചെലുത്തുന്ന ഇഫക്റ്റ് എന്താണ്? സ്വാധീനത എന്താണ്? ഗലീലയിൽ നിന്ന് വന്ന സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കി കണ്ട ശിഷ്യന്മാരും അവർ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പ്രാധാന്യത ഗ്രഹിച്ചവരെല്ലായിടത്തും പോയി. അന്നത്തെ ലോകത്തിൽ അവർ പോയി അതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും അവർ നോക്കിയില്ല. യേശുവിനെ അവർ പങ്കുവെച്ചു. ഹല്ലേലൂയ. അവരുടെ നടുവിൽ ഒരു ഡിഗ്രിയുള്ള ആരുമില്ലായിരുന്നു കേട്ടോ. There was not a single degreed man among them. എന്നിട്ടും they were able to turn the then world upside down.
അന്നത്തെ ലോകത്തെ തല കീഴ്മേൽ മറിക്കാൻ ദൈവം അവർക്ക് കൃപ നൽകി. നമുക്ക് എത്ര ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, പഠിപ്പുള്ളവരുണ്ട്, നഴ്സുമാരുണ്ട്. ഇവിടെ ദൈവം നമുക്ക് തന്ന അവസരങ്ങൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകുവാൻ ഈ വചനധ്യാനം വഴി ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. What Dallas Assemblies of God Church is in need is nothing but men of beauty. സൗന്ദര്യമുള്ള മനുഷ്യരെ അവർ അസംബ്ലീസ് ഓഫ് ഡാളസ് ഏജിക്ക് ആവശ്യം സൗന്ദര്യമുള്ള മനുഷ്യർ. മുഖത്തിൻ്റെ സൗന്ദര്യമല്ല, കാൽപാദത്തിൻ്റെ സൗന്ദര്യം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. നന്മ സുവിശേഷിക്കുക, കർത്താവിനെ കുറിച്ച് പറയുക, യേശുവിനെ കുറിച്ച് പറയുക, യേശുവിനെ കുറിച്ച് പറയുക, യേശുവിനെ കുറിച്ച് പറയുക, പറഞ്ഞു തുടങ്ങുക. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് നാം പോയി പറയുക. ഈ ഹോള് നിറഞ്ഞ് കവിയട്ടെ. ഈ വർഷിപ്പ് 1, 2, 3 ആരാധനയായി ഞായറാഴ്ചയിൽ നമ്മുടെ ആരാധനാ സർവീസുകൾ വർദ്ധിക്കട്ടെ. കര ഉയർത്തി, 2 കര ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.